ഇന്ന് രാത്രി പൊളിക്കും. യുദ്ധം നടക്കുന്ന ഉറപ്പ്. ഇന്ന് നമ്മുടെ വരവ് പ്രമാണിച്ച് ഇവിടുത്തെ പിന്നെ സ്പെഷ്യൽ കുക്കിനിലാക്കിയിട്ടുണ്ട്. അടിപൊളി ഫുഡെല്ലാം ആക്കാൻ വേണ്ടി നല്ല സ്പെഷ്യൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കിട്ടില്ല പോലത്തെ ടൈപ്പ് സാധനങ്ങൾ चिकन है, बनिया कुरमा, ये है चिकन, ये चिकन, ये पनीर, ये रोगन जोश, ये है यखनी। यखनी में क्या है? बड़ा बॉल होता है, लॉस्ट वाला आता है, फुल वाला मीट बॉल। ये चिकन है, ये चिकन है। माशाल्लाह। ये यखनी लॉस्ट, बड़ा बॉल लॉस्ट में आता है, फुल स्टॉप। ओके लास्ट ओके माशाल्लाह। दिस इज मीट बॉल। ഹായ്, നമ്മളെ അങ്ങനെ കശ്മീരിലെത്തി. കശ്മീരിൽ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഷൗക്കത്തും ടീമും. അവര് പിന്നെ നമ്മളവിടുന്ന് പിന്നെ പിക്ക് ചെയ്ത് ഇനി അവരെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഷൗക്കത്ത്, हाँ अभी हम रेलवे स्टेशन ये पहुंच गए हैं। अभी मेरे ये दोस्त, मेरे भाई है, तो ये केरला से आए हैं, कन्नूर से। तो अभी हम रेलवे स्टेशन से निकल के अभी हम काजीबाग में हैं। काजीबाग का नज़ारा, यहाँ पे अभी मस्टर्ड जो ऑयल है उसका फ्लावर है खेत में, पूरे फील्ड में। तो अभी एयरपोर्ट अभी दिखेगा यहाँ पे, सामने इंटरनेशनल एयरपोर्ट है। उसके बाद मेरा गाँव इशगाम आता है। तो ये यहाँ पे रहेंगे अभी 2-4 दिन। इनका पूरा कश्मीर का विज़िट करना है। मेरी बेटी सो गई है, अजवा, वो भी गाड़ी में है। इनको वेलकम करने आई थी रेलवे स्टेशन, वहाँ पे देखने को मिली। उन्होंने हमें ये फील नहीं हुआ कि हम घर से दूर हैं, तो इतना उन्होंने हमें वहाँ पे रेस्पेक्ट दिया। और वहाँ का खाना केरला का, कन्नूर में हम रहे, इन्होंने पूरा हमें घुमाया वहाँ पे। ये पूरे दिन हमारे साथ रहे, रात हमारे साथ रहे। और तयम भी हमने देखा, और तयम का अलग ही टेस्ट था, अलग ही नज़ारा था तयम। हम 2 बजे उठ गए नींद से, रात को शफी ने उठाया तयम, तो बहुत ही अच्छा लगा। पूरा कन्नूर अगर हम देखें, ഇത് അവരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാവരും ഒരേ സ്റ്റൈലിൽ വീട്, ഒരു കോമ്പൗണ്ടിൽ അടിപൊളി സെറ്റാണ്. പിന്നെ എല്ലായിടത്തും പിന്നെ ടൈൽസിന് പകരം വാവ് ചായ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബ്രദേഴ്സ് എല്ലാം വരുന്നുണ്ട്. अस्सलाम वालेकुम। लिप्टन टी, टी यहाँ का जो टी है फेमस, वो है नमकीन सॉल्टी टी। हाँ, वो कल मॉर्निंग में पियेंगे, मॉर्निंग में आफ्टर नमाज, आफ्टर स्कूल प्रेयर। उदयपुर നമ്മുടെ ഷൗക്കത്തിന്റെ വീട്ടുമുറ്റത്തുള്ള ആപ്പിൾ, ഹൈബ്രിഡ് ആപ്പിൾ ആണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നല്ല കിടിലം പോലെ ആപ്പിളുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പറയുന്നത്. ഓക്കെ, चिकन है, बनिया कुरमा, ये है चिकन, ये पनीर, ये रोगन जोश, ये है यखनी। में क्या है? बड़ा बॉल होता है, लॉस्ट वाला आता है, फुल वाला मीट बॉल। ये चिकन है, ये यखनी लॉस्ट, बड़ा बॉल। സാധനം കബാബെല്ലാം ഇങ്ങനെ റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇതോ ये इसी का कबाब का ये ഓക്കെ, അതിന്റെ പ്രിപ്പറേഷൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ കുക്കിംഗ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ നാം ക്യാ ഹൈ? മുഹമ്മദ് അഷ്റഫ്. ऊपर फुल बिसीलानी ये मटन, ये तबक मांस, ये मटन है। हाँ यार ये घी पे बनता है। ഇതൊരു വെറൈറ്റി കുറുമയാട്ടോ. ये മട്ടൺ है, ആ ഇത് മട്ടനാണ്. കേടിലാണ് ചെയ്യുക, നമ്മളെ തൈരിലാണ് ചെയ്യുക. അടിപൊളി സാധനം കേട്ടോ. ഡിന്നർ അല്ലെങ്കിൽ പിന്നെ ഫംഗ്ഷനിൽ ഫുഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ സാധനം കഴിക്കും. Prepared by milk. Okay. ये मीठा है, like रिश्ता मीठा है ये. इधर നല്ല പിന്നെ മധുരമുള്ള സാധനമാണ്. ഫുഡ് കഴിഞ്ഞ ശേഷം डाइजेशन के लिए अच्छा है, डाइजेशन के लिए अच्छा है। लास्ट वैरायटी ऑफ द वाजवान 10 वैरायटी। ഇന്നത്തെ പ്രോഗ്രാമിന് ഈവനിങ്ങില് ഷൗക്കത്ത് ഭായി വീട്ടില് ഏകദേശം ചിക്കൻ, മട്ടൺ, അത് കൂടുതൽ മട്ടൺ ആണ്. മട്ടന്റെ ഒരു പിന്നെ ചിക്കന്റെയും കൂടി ഒരു 10 വെറൈറ്റി ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. റിയലി അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത് നമ്മൾ അക്ഷരം പ്രതി നമ്മൾ കാണുന്നത് ഇപ്പോ കശ്മീരിലെ എൻ്റെ സുഹൃത്ത് ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്നാണ്. റിയലി ഗ്രേറ്റ്, വണ്ടർഫുൾ. ഇത് വന്നിട്ട് നമ്മൾ കേരളത്തിൽ വന്നതാണ്. ഞാൻ ഷാഫി നജീബ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ്മീരിൽ ഉള്ള ഈ നമ്മുടെ ദോസ്ത് ആക്കിയതാണ് ഇത്രയും സാധനം.
നിങ്ങൾ കഴിച്ചിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ എന്തുമാത്രം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ. ഇവരുടെ തൊഴുത്ത് ഇവിടെയാണ്, പശുക്കളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അടിപൊളി. सीजन नहीं है मगर मैं अरेंज करूंगा. I will arrange. और वेस्टर्न अल्लाह स्पेशल आയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. हमारा पेड़ एक है उस एप्पल का पेड़ है. നമ്മളിപ്പോ കശ്മീരീസ് നമ്മളെ ഷൗക്കത്തിന്റെ വീട്ടിലുള്ളത്. വീട്ടില് അവിടെ പിന്നെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അങ്കിള്, പിന്നെ മാമാസ്, കസിൻ വേട്ട എല്ലാവരും ഉണ്ട്. അച്ചായ ഓക്കെ അല്ലേ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ചങ്ങായിമാരെല്ലാം. നമ്മൾ കശ്മീരീസിൻ്റെ വീട്ടിൽ, നമ്മളെ ഷൗക്കത്തിൻ്റെ വീട്ടിൽ ഈ ഭക്ഷണം കഴിക്കുന്ന സ്റ്റൈല് അവരുടെ ഒരു പിന്നെ എന്താ കൾച്ചർ, അവരുടെ കൾച്ചറാണ് ഇതുപോലെ. പിന്നെ എന്താ ഭക്ഷണ ഹാളിൽ തന്നെ ഭക്ഷണം കൈ കഴുകുക എന്നുള്ളത്. നമുക്ക് പിന്നെ ഇതുപോലെ പിന്നെ ലക്ഷദ്വീപിലുണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ പോയപ്പോഴും ഇതേപോലെ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണ ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ, സൂപ്പറൊക്കെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഇതേപോലെ ഒരു പാത്രത്തിലാണ് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സ്ഥലം വെക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷവും കൈ കഴുകുന്നത് ഇതേ സ്ഥലത്താണ്. ഇതാ ഷൗക്കത്ത് ഭായിയുടെ ഉണ്ട്, അവരെ കസിൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ഫുഡും ഇതാ നേരത്തെ പറഞ്ഞ ഓരോ ഫുഡ്, ഇങ്ങനെ വെറൈറ്റി ഫുഡ്, മട്ടനും ചിക്കനും ലൈവ് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. कबाब और तवक मास. तवक मास, कश्मीरी राइस है. This palate is called trami. ഇന്ന് മൊത്തം ഇനി ഒരു 3-4 ദിവസത്തേക്ക് മൊത്തം കശ്മീരികളായിട്ട് ജീവിക്കല പരിപാടി. ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 3 കൂടിയിട്ടാണ്. മിക്കവാറും ഇത് നജീബ് ഒറ്റക്ക് അടിക്കാനുള്ള പരിപാടി ഉണ്ടെന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഓക്കെ മാഷാ അല്ലാ. വെറും തരൂല, ഇത് തരൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. अभी कुक आएगा, वो खुद डालेगा. Wow, nice. Variety rice and variety chicken, variety mutton. Okay. By Meatball made by mutton. Meatball. गर्म होना चाहिए फिर टेस्ट इसका है. Wow. पूरा hot होना चाहिए. ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഓരോന്ന് വരും കേട്ടോ. इसका टेस्ट गर्म നമ്മളെ കൊണ്ട് തിന്നിക്കുന്നു. अगर गर्म नहीं होगा फिर इसका टेस्ट ഇതിന്റെ മാസ്റ്റർ ഷെഫാണ് ഇത്, ഷൗക്കത്ത് ഭായിന്റെ ഉപ്പാപ്പ. ഷൗക്കത്ത് ഭായിന്റെ ഉപ്പ ഇതിന്റെ മാസ്റ്റർ ഷെഫ്. അടിപൊളി. ഇവിടെ വന്നിട്ട് തിന്ന് അത് തിന്ന് ഇത് തിന്ന്. മാഷാ അല്ലാ. मैंने की 44 सर्विस. 44 വർഷത്തെ സർവീസ് ഉണ്ടല്ലോ. पहले मैं रिटायर हो गया, 36 साल आ गई मेरी सर्विस. फिर उसके बाद मैं 8 साल फिर लग गया. 8 साल अपॉइंटमेंट हो गया. फिर उसके बाद मैं हज को चला गया. सर्विस वरना मैं आज भी होता उधर. ओके माशाल्लाह. आप गाँव है मेरे साथ? नहीं बस കൂണും പനീറും കൂടി ഒപ്പരാക്കിയിട്ടുള്ള ഒരു ഡിഷ്, പുതിയ സാധനം വന്നിട്ടുണ്ട്. ഇതേക്കും ഓ സ്വീറ്റാണ്. എപ്പാ നമ്മളിവിടുന്ന് എഴുന്നേക്കാന്നുള്ള ഒരു ധാരണയില്ല. വന്നുകൊണ്ടിരിക്കുന്നു, തിന്നുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു, കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എപ്പോൾ തീരുന്ന അവരെ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ തുടരാം. കാണാട്ടെ, ബാക്കി കാണാം. റോഗൻ ജോഷ് മട്ടൻ്റെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, റോഗൻ ജോഷ്. ഇതെല്ലാം കാശ്മീരിലുള്ള സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി സാധനമാണ്. നിങ്ങളിപ്പോൾ ഗൾഫ് നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വന്നാലും ശരി, ഇവിടെ വന്നാൽ പാക്കേജിനോ അല്ല വേറെ എങ്ങനെ വന്നാലും ശരി, നിങ്ങൾ സ്വന്തമായിട്ട് വന്നാലും ശരി, നിങ്ങൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടേ പോകാവൂ. അത് വീട്ടിൽ നിന്നാവണമെന്നില്ല, വീട്ടിൽ നിന്നാവാൻ സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷെ എന്നാലും പുറത്തുനിന്ന് ഇത്തരം സാധനങ്ങളൊന്നും ടേസ്റ്റ് ചെയ്തിട്ട് അവരുടെ നാടിൻ്റെ ഒരു കൾച്ചർ, ഒരു പൾസ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം പോകാൻ. കുറേ സ്ഥലങ്ങൾ ഗുൽമാർഗും പെഹൽഗാമെല്ലാം കണ്ടിട്ട് പോകാൻ തന്നെ അപ്പുറത്ത് ഇത്തരം കുറച്ച് സംഭവങ്ങളൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഒരു റിക്വസ്റ്റും കൂടിയാണ്, യാത്രക്കാരുള്ള റിക്വസ്റ്റും കൂടിയാണ്. അല്ലെങ്കിൽ പിന്നെ അതൊരു ഒരു പിന്നെ എന്താ പറയുക, ഷെഡ്യൂൾഡ് സാധനങ്ങളായിട്ട് അങ്ങ് പോവുക. ഓക്കെ, കുറച്ചൊന്ന് പിന്നെ വഴിവിട്ടൊന്ന് സഞ്ചരിക്കൂ, പുതിയ അനുഭവങ്ങൾ നേടൂ, ഒരുപാട് പിന്നെ ലേണിങ്സ് ഉണ്ടാവും. ഓക്കെ, യാത്രയുടെ ഒരു പിന്നെ ലെസൺ ആണ് അത്. ഓക്കെ, താങ്ക് യു. എന്താ അടുത്ത സാധനം വന്നിട്ടുണ്ട്. ഇത് മിക്കവാറും ഇതിപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ചെരിഞ്ഞ് ഇപ്പം ഇങ്ങനെയായി. ഇനിയിപ്പോൾ നമ്മൾ അനന്തശയനം പറയുന്നത് ഇങ്ങനെ കിടന്നിട്ട് തിന്നേണ്ട ഒരു സാധനം അടുത്ത് വന്നിട്ടുണ്ട്. ചീസ്
എന്താ സാധനം ഇത്? ക്യാ പോയ ഷൗക്കത്ത് ഭായ്? പനീർ. പനീറിന്റെ പുതിയ സ്റ്റൈല്. നമ്മൾ പനീറെല്ലാം കുറേ കണ്ടു. ആകെ ഒരു എന്ത് പനീർ ഉണ്ടായാലും അവിടെ കേരളത്തിൽ പനീർ മസാലയാ. ഇതിൽ നോക്കിയേ, അടുത്ത കേരളത്തിലുള്ള ഷെഫിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം ഹോട്ടലില്. മട്ടൻ തീർന്നിട്ട് അപ്പോഴത്തേക്കും പനീർ എത്തി. വെരി നൈസ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാം കേട്ടോ. കട്ട് ചെയ്തോ. ഇതാ ഇത്രയും വിഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് തന്ന സാധനങ്ങൾ കംപ്ലീറ്റ് കാലിയാക്കിയിട്ട് ഇതാ ഒരാൾ ഇവിടെ കിടക്കുന്നതാ നജീബ് എടുത്ത് കിടക്കുന്നുണ്ടാ നോക്കിയിട്ട്. ഇതാ അടുത്ത ആളിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. തളർന്ന് ഇന്നിനിയിപ്പോൾ കിടന്നു തുടങ്ങിയാൽ ഇനി എപ്പോൾ എഴുന്നേക്കത് പടച്ചെന്നറിയില്ല. ഫുൾ മട്ടണും ചിക്കനും പിന്നെ പനീറും രക്ഷയില്ല. തീർന്നു എന്ന് വെച്ചിട്ട് പ്ലേറ്റ് മൊത്തം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പറയുന്നത് ഇന്നത്തെ ഫുൾ സ്റ്റോപ്പ് വരണത്. അപ്പൊ ഫുൾ സ്റ്റോപ്പാ പോലെ ഈ സാധനം വരാൻ പോകുന്നത്. ഗുസ്താബ. മുസ്തബ അല്ല കേട്ടോ, മുസ്തബ അല്ല, ഗുസ്താബ. ഗുസ്താബ. ഗുസ്താബ തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ചാവലിട്ടിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടും എന്നാ പറയുന്നത്. ഈ ചങ്ങാതി ഏടുന്ന ഇതിൽ പഠിച്ചിട്ട് വന്നത് കേൾക്കാ. യാ പടച്ചോരെ, ഇത് മറ്റേ ഒട്ടപ്പശിനെ മുട്ടയാവട്ടെ നോക്കിയേ. കുറച്ച് കറിയും വെച്ചാ കറിയിലാണ് നമുക്ക് തിന്നാനില്ല. ആ കുറച്ച് ഇതർ സ്വീറ്റ് സ്വീറ്റ് വെച്ചോ. ഓ ये कती नाइफ से ऐसे करते हैं, 4 बंदे जब खाते हैं ऐसे करते हैं, फिर उसको ऐसे करते हैं. माशाल्लाह. तो हो गया इक्वल डिस्ट्रीब्यूशन. ये शौकत का, ये मेरा, शफी का, ये है रजा का, ये नजीब, ये शौकत. 4 बंदों का. ओके ओके. इसका नाम क्या है? मुस्तफा. गुस्ताबा. ഇതാപോലെ ഫുൾ സ്റ്റോപ്പ്. വലിയ ഫുൾ സ്റ്റോപ്പ് ആയിപ്പോയി, ചെറുതല്ല കേട്ടോ. ഇതെല്ലാം ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കേട്ടോ. കാശ്മീരിൽ ഇനി മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിങ്ങനെ നമ്മുടെ ഒരു എന്താ പറയാ വീട്ടിൽ വന്നത് കൊണ്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ കിട്ടുന്നത്. 30, 40, 50 വെറൈറ്റി ഉണ്ടാവും പോലും കല്യാണത്തിന്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് വന്നത് കൊണ്ട് തന്നെ ഒരു 10-12 ഐറ്റംസ് ആയി. ചിക്കന്റെയും മട്ടന്റെയും. ബീഫ് ഇതാക്കിയിട്ടില്ല ഇന്ന്. അപ്പോൾ അടിപൊളിയായിട്ട് പിന്നെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൈ കഴുകിയത് ഇതേ സ്ഥലത്ത് തന്നെയാണ്, ഇതേ മോഡൽ തന്നെയാണ്. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടുന്ന് എഴുന്നേക്കാൻ പെടുന്നില്ല. ഭക്ഷണം കഴിച്ച് ഇതാ ഇവിടുന്ന് കൈ കഴുകുന്നു. ഈ മനുഷ്യന്മാർ ഈ കൈ കഴുകാൻ വരെ, കൈ കഴുകിത്തരാൻ വരെ നിൽക്കുന്നു പറയുമ്പോൾ ഇവരെത്ര ഡൗൺ ടു എർത്താന്ന് ആലോചിച്ച് നോക്കിയാണ്. ഭക്ഷണം നമ്മൾ സാറിന് കൈ കഴുകുക, പുറത്തുനിന്ന് പോയി കഴുകും ഇല്ല. ഇതൊരു ഇവിടുത്തെ പിന്നെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മൾക്ക് ഇത് എന്ത് ചെയ്യുന്നത്, കഴുകി തരുന്നത്. അതിൻ്റെ തുപ്പോ ഓക്കെ മതിയില്ലേ? വായി ഇടുന്നത് പോലപ്പം മതി. മാഷാ അല്ലാ. ഇനഫ്.